നമസ്കാരം, വെൽക്കം ബാക്ക് ടു മുംബൈ കുട്ടികൾസ്. ഇതൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് അത്. എഗ് ഫ്രാങ്കിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. വരൂ, നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിക്കാം. സോ ഇപ്പം നമ്മളുണ്ടല്ലോ, ഇത് ഞാൻ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ട് വെജിറ്റബിൾസ് കിട്ടണത് മാത്രമാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോഴാണ് അത് ഈസിയും ടേസ്റ്റിയും ആവുള്ളൂ. ആ വെജിറ്റബിൾസ് കുട്ടികൾക്ക് ഇൻക്ലൂഡ് ചെയ്താൽ കുട്ടികളും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നോക്കാം നമ്മൾ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. ഇത് 1 മീഡിയം സൈസ്ഡ് ഓണിയൻ ആണ്, കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ 2 ഒരു മീഡിയം സൈസ് നമ്മുടെ ടൊമാറ്റോ ആണ്, പിന്നെ നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതും ഒരു മീഡിയം സൈസ് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിതൊരു പനീർ, മഷ്റൂംസ്, സോയാബീൻ അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇനിയാണ് നമ്മുടെ മെയിൻ ഹീറോ, അതാണ് എഗ്ഗ്. ഇത് ഞാൻ 4 എഗ്ഗാണ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വേണ്ട ആവശ്യാനുസാരം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കമ്മി എരിവിട്ടിട്ട് മുളക് പൊടിയും ഉപ്പും മാത്രമാണ് ഇതിൽ ഞാൻ ചേർത്തി കൊടുത്തിരിക്കുന്നത്. വരും, ഇനി ബാക്കിയുള്ള പ്രിപ്പറേഷൻ കാണാം. നമ്മൾ ഒഴിക്കാൻ പോണത് ആവശ്യാനുസാരമുള്ള കുറച്ച് ഓയിൽ. ഓക്കെ, ഇതിൽ നമ്മൾ ഉള്ളിനെ വരട്ടിയെടുക്കുക. ഉള്ളി ഒന്ന് ബ്രൗൺ ആയ ശേഷം അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആയ ശേഷം നമ്മൾ കരിക്കരുത്. ബ്രൗൺ ആയ ശേഷം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മുടെ ബ്രൗൺ നന്നായി വതക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസിനെ ഇടാം. നമ്മൾ മല്ലിയില ഇടണ്ട കേട്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബ്രൗൺ ആയിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള വെജിറ്റബിൾസിനെ ഇടുക കേട്ടോ. നമ്മൾ ഇടാൻ പോണത് മസാലാസ് ആണ്. അതിൽ വന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഓക്കെ, ഉപ്പും ഞാൻ ഇതിൽ തന്നെ കലർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇടാം. നിങ്ങളെല്ലാം ആവശ്യാനുസാരം നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ ഞാൻ ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ സോസ് ഒഴിക്കും കേട്ടോ. സബ്ജി തയ്യാറാവുമ്പോഴേക്കും നമ്മളുണ്ടല്ലോ ഡോ തയ്യാറാക്കാം. അതാണ് മേദയുടെയോ അല്ലെങ്കിൽ വീറ്റിന്റെയോ എടുക്കാം. പക്ഷെ ഞാൻ ഹെൽത്തി വെർഷനാണ് ഇവിടെ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കുന്നത് വീറ്റിന്റെയാണ്. അപ്പൊ ഇതേമാതിരി ഇങ്ങനെ നന്നായി കുഴച്ച് നന്നായി ഉണ്ടകളൊക്കെ ആക്കിയതിന് ഇതിനെ പരത്തിയിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇതാ എന്റെ ചപ്പാത്തിയെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോഴേക്കും നമ്മുടെ സബ്ജി തയ്യാറായിട്ടാണ്. ഓക്കെ, ഓക്കെ, നമ്മുടെ സബ്ജി അപ്പൊ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിതില് മല്ലിയില നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാം. ഓക്കെ, ആദ്യം ഇതാ നമ്മൾ ചപ്പാത്തീസ് ഉണ്ടാക്കി റെഡിയാക്കി കഴിഞ്ഞു. ചപ്പാത്തി നന്നായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി ആക്കി എടുക്കണം. ഓക്കെ, നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണ മാതിരി ഇത് ഓംലേറ്റ് ആക്കി എടുക്കണം. ഓക്കെ, ഓക്കെ കേട്ടാ, ഞാൻ ഒഴിച്ച മുട്ട ചിക്കൻ്റെ ഷേപ്പായി മാറിയിരിക്കുന്നു. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ചപ്പാത്തി നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഇടാൻ പോണു. ഓക്കെ, അതിനെ ഒട്ടിക്കണം നമ്മൾ ഈ ചപ്പാത്തി. മറിച്ചിട്ടു. ഇനി ഇതിൽ നമ്മൾ നമ്മുടെ സബ്ജി സ്പ്രെഡ് ചെയ്യും. ഇത് പിന്നെ റോൾ ചെയ്യാം. റോൾ. ഓക്കെ, റെഡി. സോ ഇതാണ് നമ്മുടെ പ്ലേറ്റിംഗ്. എഗ് റോൾ റെഡിയാണ്. ഇനി നമ്മൾ ടേസ്റ്റിങ്ങിന് കൃഷ്ണയുടെ അടുത്ത് പോവാം. സോ കഴിക്കാൻ പോവാണ്. നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യും. കുട്ടികൾക്കൊക്കെ കൊടുക്കും, കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ, എല്ലാവർക്കും കഴിക്കാൻ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ചെയ്യൂ. ബൈ. മുംബൈ കുട്ടികൾ സൈനിങ് ഓഫ്.